ഹരേ കൃഷ്ണ. നമസ്തേ. നേരെ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല വരാൻ പോകുന്നതുകൊണ്ട് അമ്മയുടെ ഒരു വിശിഷ്ടമായ മന്ത്രം അറിയണമെന്ന് പറഞ്ഞ് ധാരാളം വ്യക്തികൾ എനിക്ക് മെസ്സേജുകൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റുകാലമ്മ എന്ന് പറയുന്നത് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ, അതായത് നമ്മുടെ സ്ത്രീകളുടെ അഭിമാനവും സ്ത്രീകളുടെ ഏറ്റവും അതായത് നമ്മൾ ശബരിമല അയ്യപ്പനെ എങ്ങനെയാണോ എല്ലാവരും കാണുന്നത് അതുപോലെ കാണുന്നതാണ് ആറ്റുകാലമ്മ. അപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്ന സമയത്ത് മാത്രമല്ല, മറ്റെല്ലാ സമയങ്ങളിലും, വിശേഷ സമയങ്ങളിലും നിങ്ങൾക്ക് വീട്ടിലിരുന്നും അതുപോലെ തന്നെ ആറ്റുകാൽ പോയാലും പൊങ്കാല ഇടുമ്പോഴും ജപിക്കാൻ പറ്റുന്ന വളരെ വിശിഷ്ടമായൊരു മന്ത്രം. അതായത് ഈ മന്ത്രത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവശക്തി മന്ത്രം എന്ന് പറയും. ഈ മന്ത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് 9 കാര്യങ്ങൾ, നവം എന്ന് പറഞ്ഞാൽ 9 നമ്മുടെ നവഗ്രഹങ്ങൾ, നവരത്നങ്ങൾ എല്ലാം 9. അതുപോലെ നവഗ്രഹ ദോഷങ്ങൾ ഒഴിയാൻ, ജാതകാലുള്ള ദോഷങ്ങൾ ഒഴിയാനും, നമുക്ക് എല്ലാ വിധത്തിലുള്ള ശത്രുദോഷം, ആഭിചാരം, വെളിദോഷം, കമ്പയർ ഒഴിഞ്ഞു പോകാനും, ധനവും ഐശ്വര്യവും വരാനും നിലനിൽക്കാനും, നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് എന്ത് കാര്യമാണോ മനസ്സിൽ സങ്കല്പിക്കുന്നത് അത് നടക്കും. അതായത് ഇപ്പോൾ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അത് മനസ്സിൽ സങ്കല്പിച്ച് വേണം അത് ജപിക്കാൻ. അതേസമയം നമുക്കിപ്പോൾ ആവശ്യം ഒരു പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം, അത് സങ്കല്പിച്ച് ജപിക്കുക. വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ വിവാഹത്തിന് വേണ്ടി മംഗല്യ തടസ്സം നീങ്ങാനായിട്ട് ജപിക്കാം. അതുപോലെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നു, അവർ വീണ്ടും നമ്മളുമായിട്ട് അടുത്ത് വരണം, അതിനുവേണ്ടി ജപിക്കാം. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക, വളരെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടത്തിയെടുക്കണം, ഒരു ബിസിനസ്സുകാരനാണ്, നടക്കും. ഈ മന്ത്രങ്ങൾ വേറൊരു വലിയ ഗുണമുള്ളത്, കലാകാരെ സംബന്ധിച്ച് സംഗീതം, നൃത്തം, TV സീരിയല്, അതുപോലെ തന്നെ സിനിമ, അതുപോലെ തന്നെ അങ്ങനെ ഉള്ള വ്യക്തികൾ, സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, ഇവരുടെയൊക്കെ ജീവിത വിജയത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നൊരു മന്ത്രമാണ്. വളരെ വിശിഷ്ടമായ അമ്മയുടെ 9 മന്ത്രങ്ങളുടെ ഒരു കൂട്ടാണ് നമ്മൾ ഈ നവശക്തി മന്ത്രങ്ങളൊക്കെ ഉള്ളത്. ഈ മന്ത്രം ഞാനിവിടെ പറയുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിത് കൊടുക്കും. നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ എഴുതിയെടുത്ത് നിത്യപാരായണം ചെയ്യുന്നതും ഗുണമാണ്. എന്നും നിങ്ങൾക്ക് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. വളരെ വിശിഷ്ടമായ ആറ്റുകാലമ്മയുടെ മന്ത്രമാണ്. അത് ഞാൻ ഇപ്പോഴേ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോഴേ ജപിച്ച് അതിലൊരു സ്വസ്ഥമായിട്ട് അതൊരു ബൈഹാർട്ടാക്കി ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ പോയി ജപിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ മന്ത്രത്തിൻ്റെ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം നമഃ, ഓം വേദാത്മികായേ നമഃ, ഓം ത്രിശക്തിയേ നമഃ, ഓം സ്വസ്ഥായേ നമഃ, ഓം ഭുവനേശ്വരിയേ നമഃ, ഓം മഹായോഗിന്യൈ നമഃ, ഓം സാമപ്രിയായൈ നമഃ, ഓം ത്രികോണസ്ഥായൈ നമഃ, ഓം ത്രിപുരാത്മികായൈ നമഃ. ഈ 9 മന്ത്രങ്ങൾ ചേരുന്ന നവശക്തി മന്ത്രം നിത്യസാധനയായിട്ട് ചെയ്യാനും ആറ്റുകാൽ അമ്മയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് എന്നും ജപിക്കാനും കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം, ഒരു പക്ഷേ നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് നിലവിളക്ക് തെളിച്ച് ആ ദിവസം എന്തെങ്കിലും കാരണവശാൽ വരാൻ കഴിയാത്തവരാണെങ്കിൽ ഈ മന്ത്രങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ജപിച്ചാൽ പോലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അത്ര വിശിഷ്ടമായ മന്ത്രമാണ്. തീർച്ചയായിട്ടും ആറ്റുകാലമ്മ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും സാധിച്ച് നിങ്ങളെ എന്നും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ഇടാം. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരും. നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എന്നും ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിലുണ്ട്. എന്നും നിങ്ങളെല്ലാവരെയും ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.